ഒരു പകയുടെ കഥ, പ്രതികാരത്തിൻ്റെ കഥ, മായ്ച്ചു കളയാൻ സാധിക്കാത്ത പാപങ്ങളുടെ കഥ, ഒരു വിഷസർപ്പം കണക്കെ പതിയിരുന്ന് ആക്രമിച്ച പെൺബുദ്ധിയുടെ കഥ, എല്ലാറ്റിനുമുപരി ഒരു പ്രണയത്തിൻ്റെ കഥ. KR മീരയുടെ മീരാ സാധു എന്ന പുസ്തകം മലയാള സാഹിത്യ ചരിത്രത്തിലെ കനമുള്ള ഒരു സ്ത്രീ ആവിഷ്കാരമാവുന്നത് ഇവിടെയാണ്. മാധവൻ്റെയും തുളസിയുടെയും പ്രണയകഥ. കാണാതിരിക്കുമ്പോൾ കാണണമെന്ന് തോന്നാറുണ്ടോ? തനിച്ചിരിക്കുമ്പോൾ സംസാരിക്കണമെന്ന് തോന്നാറുണ്ടോ? കാണുമ്പോൾ നെഞ്ചോട് ചേർത്ത് പിടിക്കണമെന്ന് തോന്നാറുണ്ടോ? ഹൃദയം നിറഞ്ഞതുപോലെ തോന്നാറുണ്ടോ? പിരിയുമ്പോൾ ലോകം ശൂന്യമായതുപോലെ തോന്നാറുണ്ടോ? മാധവൻ്റെ ഈ ചോദ്യങ്ങളിലൂടെ തനിക്ക് അയാളോട് അടങ്ങാത്ത പ്രേമമാണെന്ന് തുളസി തിരിച്ചറിയുന്നു. ഒടുവിൽ അയാളോടൊപ്പം ജീവിക്കുവാൻ അവൾ തീരുമാനിക്കുന്നു. എന്നാൽ അവസാനം താൻ ഒരായുസ് മുഴുവൻ നൽകി പ്രണയിച്ച അതേ പുരുഷൻ നൂറ്റാണ്ടുകളായി തന്നെ വഞ്ചിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് തുളസി തിരിച്ചറിയുന്നു. ആ തിരിച്ചറിവിൽ നിന്ന് മീരാ സാധുവിലേക്കുള്ള അകലം ഒട്ടും ചെറുതല്ല. കൃഷ്ണഭക്തയായ മീരയെ നമുക്കറിയാം. അവൾ കൃഷ്ണനെ സ്തുതിച്ച് നിരവധി എഴുതി. ചരിത്രം അവൾ നടന്ന വഴികളിലൊക്കെ അവളുടെ കാൽപ്പാടുകളെ രേഖപ്പെടുത്തി വെച്ചു. അങ്ങനെ കൃഷ്ണഭക്തയായ കൃഷ്ണനെ സ്തുതിച്ച് നിരവധി എഴുതിയ ആ മീര ചരിത്രത്തിൽ ഒന്നേയുള്ളൂ. അതുകൊണ്ടാണ് തുളസിയുടെ കഥാപാത്രം ഇങ്ങനെ പറയുന്നത്: എനിക്ക് രാധയാകേണ്ട. രാധ 16,008 ഒരുവളാണ്, മീര ഒന്നേയുള്ളൂ. തൻ്റെ ശരീരവും മനസ്സും ഭൂതകാലങ്ങളുമെല്ലാം പ്രണയത്തിന് മുന്നിൽ സർവം മറന്ന് സമർപ്പിക്കുന്ന നിരവധി സ്ത്രീകൾ നമുക്ക് ചുറ്റിലും തന്നെയുണ്ട്. ഒടുക്കം എല്ലാം നഷ്ടപ്പെട്ടു എന്ന തിരിച്ചറിവിൻ്റെ പടിവാതിൽക്കലെത്തുമ്പോൾ മടങ്ങിപ്പോവാനാവാത്ത വിധം ജീവിതം നമ്മളെ കുരുക്കി വച്ചിട്ടുണ്ടാവും. അങ്ങനെ ഒരു കുരുക്കിനെ ഭക്തിയുടെയും പ്രേമപാരവശ്യത്തിൻ്റെയും ശരീരത്തിൻ്റെ ഇച്ഛകളുടെയും പടവുകൾ കടന്ന് പ്രതികാരത്തിൻ്റെ മർദ്ദനം കൊണ്ട് അഴിച്ചെടുക്കുന്ന ഒരു സ്ത്രീയുടെ അസാധാരണമായ ആർജവത്തിൻ്റെ ആവിഷ്കാരമാണിത്. പകയുടെ പുഷ്പാഞ്ജലികൾ കൊണ്ട് അവൾ അയാൾ എന്ന ഓർമ്മയെ താലോലിക്കുന്നു. മീരാ സാധു എന്ന ഈ നോവല്ല എതിർദിശയിൽ വീശുന്ന ഒരു കാറ്റാണ്. സർവം സഹയും ത്യാഗമയും ഭൂമിയോളം ക്ഷമിക്കുന്നവൾ എന്നുമൊക്കെ നമ്മൾ കേട്ട് പഠിച്ച സ്ത്രീബിംബങ്ങൾ ഇതിൽ തകർന്നു വീഴുന്നത് കാണാം. വഞ്ചനയുടെ പടിക്കൽ പ്രേമപൂർവം പ്രതികാരത്തിൻ്റെ തോരാമഴ പെയ്യിക്കുന്ന പെണ്ണുങ്ങളുടേത് കൂടിയായി മലയാള സാഹിത്യ ചരിത്രം മീരാ സാധുവിലൂടെ മാറുന്നുണ്ട്. ഈ പുസ്തകത്തിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നത് നോക്കൂ: മാധവൻ എൻ്റേതാണ്. ഞാൻ ഇനിയും അയാളെ പ്രേമിക്കും, പകയോടെ പ്രേമിക്കും. പ്രേമം കൊണ്ട് പരാജയപ്പെടുത്തും, പവിത്രീകരിക്കും. ഒടുവിൽ അയാളിൽ തന്നെ വിലയം പ്രാപിക്കും. ഈ കഥ അങ്ങനെ അവസാനിപ്പിക്കും. ഒരു മീരാ സാധുവിൻ്റെ ആത്മകഥ.